നമ്മമ്മരെ ബിബിൻ വിശ്വനാഥനാണ്. അത് നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചെറിയൊരു ബോണസ് എന്ന് പറയാം. നമ്മളെ പിൻ വെരിഫിക്കേഷനുള്ള ഒരു ലെറ്റർ കിട്ടിയാണ്. അപ്പോൾ നമുക്കറിയാം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ പാൻ കാർഡൊക്കെ കൊടുത്ത് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ID വെരിഫിക്കേഷനാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ അഡ്രസ്സിൻ്റെ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് നമുക്കൊരു പിന്ന് കിട്ടും. അതാണിത് പിൻ വെരിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഗൂഗിളിൽ നിന്നൊക്കെ ഒരു ഇത് പോസ്റ്റ് നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. 3 ആഴ്ച ആയി ഏകദേശം എടുത്ത് കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, ഇതെന്താ വരാത്ത റീസെൻറ്റ് ചെയ്യേണ്ടി വരുമോ, രണ്ടാമത് അപ്ലൈ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. അതായത് സംഭവം കിട്ടി, ഗൂഗിൾ ആഡ്സൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ ഒന്നും വലിച്ച് കീറാൻ പറ്റൂല. ഓൾറെഡി ഒരു ചെറിയ സംഭവം ഇത് കീറിയിട്ടാണ് വന്നത്. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഈ ഇങ്ങനെ ഭാഗമുണ്ട് എനിക്ക് കറക്റ്റ് ഇതാക്കാനുള്ളത്, അതിങ്ങനെ ഇതാക്കാം. പിന്നത്തെ ഇവിടെ റിമൂവ് പറഞ്ഞിട്ട് ഇവിടെ രണ്ടാമതുണ്ട്. അതും ജസ്റ്റ് നമുക്ക് പിടിവലി കൂടാതെ നമ്മൾ നല്ലപോലെ ചെയ്താൽ മതി. മറ്റേത് നമുക്ക് ഇത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കാർഡാണ്, ഇതിന് തുറക്കാൻ പറ്റിയ കാർഡാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ജസ്റ്റ് നോക്കുകയാണ്. ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക. ഇതൊറ്റ കാർഡാണ്, നമുക്ക് വേറെ കവറൊന്നുമില്ല. നമ്മൾ കവറൊക്കെ വലിച്ചു കയറാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഈ നമ്പർ, നമ്മളെ UR പിൻ പറഞ്ഞത്. ഈ പിൻ നമ്പർ നമ്മൾ ആഡ്സൻസിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പിൻ നമ്പർ അവിടെ കൊടുത്താൽ നമ്മൾ അഡ്രസ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് പിൻ നമ്പർ ഉണ്ടാവും, അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആവും. പിന്നെ $100 ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് പൈസ കയറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടായി പോകും, അതിൽ പരസ്യം കട്ടായി പോകും. ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇതാണ് മെയിൻ പ്രോസസ്സ്. ഇത് പോസ്റ്റൽ വഴി വരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, നല്ലപോലെ കിട്ടാത്തതും. അപ്പം നമ്മളെ പോസ്റ്റ് ഓഫീസ് വള്ളിക്കുന്ന് അരിയിലൂർ പോസ്റ്റ് ഓഫീസ് നല്ല ഇതാണ്, നല്ല അവർ പെട്ടെന്ന് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മളെ നന്നായിട്ട് അറിയുന്ന ടീമാണ്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുപോകണം. ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പ്രസൂണ്, അവനാണ് ഇതിന് ഒരു അടിത്തറ ഇട്ടുന്നത്. അങ്ങനെ ഒരു മെയിൽ ID തുടങ്ങാൻ പോലും അറിയാത്ത ആളായിരുന്നു. എന്താണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. അപ്പം മോണിറ്റൈസേഷനൊക്കെ അന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം പോലെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഭവം എന്നുള്ള ലെവലിൽ തുടങ്ങിയാണ്. പക്ഷെ നമുക്ക് എത്തിപ്പിടിച്ച് അത് നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിമർശനവും പരിഹാസവും കളിയാക്കലൊക്കെ കേട്ടിട്ടുണ്ട് ഈ സംഭവം ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ അതിൽ തരണം ചെയ്തു. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, നമ്മൾ ആര് വിമർശിച്ചാലും കളിയാക്കലും മുമ്പൊരു സംഭവം വിചാരിച്ച് നമ്മൾ അത് ചെയ്യും, അതിലൊന്നും പിന്നോട്ട് പോകില്ല. അപ്പം ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് കിട്ടി. എനിക്ക് ഒരു വർഷമാകുമ്പോൾ എനിക്കൊരു 8ാമത്തെ മാസം തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി. കറക്റ്റ് ഡേറ്റ് ഒന്നും പറയാൻ കഴിയില്ല, ഒരു വർഷമാണല്ലോ. അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് ഇത് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന്, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, അവർക്ക് എൻ്റെ കുടുംബങ്ങൾക്കൊക്കെ നന്ദി പറയാൻ കാരണം ഇത് എനിക്കൊരു വലിയ സംഭവം തന്നെയാണ്. ഇത് പല യൂട്യൂബിലെ വലിയ ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്ക് ഒരുപാട് കണ്ട് കേട്ടാവും. പക്ഷെ തുടക്കക്കാരൻ്റെ നിലയിൽ ഇങ്ങനെ ഒരു ഗൂഗിളിൽ നിന്ന് പുതിയൊരു പോസ്റ്റ് വരുന്നതും അതിൻ്റെ നമ്മളെ മോണിറ്റൈസേഷൻ നമുക്ക് ഒരു വരുമാനത്തിൻ്റെ മാർഗത്തിലെ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് ഉള്ള സംഭവമാണ്. ഒരു വലിയ സംഭവം തന്നെയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ ഇത് കാണുന്ന ആൾക്കാരോട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. ഗുഡ് ബൈ.